ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കിച്ചൺ ടൂറാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കിച്ചൺ ടൂർ കാണിക്കാമോ എന്നുള്ളത്. സോ ഐ തോട്ട് ഐ വിൽ ഷോ യു മൈ കിച്ചൺ ടുഡേ. ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നാലും എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐ ഷോ ദി എൻറ്റയർ കിച്ചൺ. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് എൻട്രി ചെയ്യുന്നത് ഇതുവഴിയാണ്. ബേസിക്കലി ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കിച്ചണും എല്ലാം എന്താ പറയുക യൂണിറ്റ് പോലെയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ കൗണ്ടേഴ്സ് എല്ലാം ഉള്ളത്. നമ്മൾ കിച്ചണിലോട്ട് എൻട്രി ചെയ്യുന്ന അവിടെയായിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 1.1 മീറ്ററും ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 20 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ 2 ബാർ സ്റ്റൂൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിച്ചണിൻ്റെ അകത്തോട്ട് പോവാവേ. സോ ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് 4.4 മീറ്ററും ഇതിൻ്റെ വിഡ്ത്ത് 3.4 മീറ്ററുമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നടുക്കൂടെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേങ്കിൽ ഒരു 3/4 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു എൻട്രൻസ് പോലെ കൊടുത്തിരിക്കുന്നത്. ആ എൻട്രൻസിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് കൗണ്ടർ ടോപ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ സൈഡിലുള്ളത് ഒരു സി ഷേപ്ഡ് കൗണ്ടർ ടോപ്പും ഓൺ ദ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പും ആയിരുന്നു. ഇനി ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഈ ഗ്രാനൈറ്റ് ഗാലക്സി എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ്. ഇതിൻ്റെ വിഡ്ത്ത് കൗണ്ടർ ടോപ്പിൻ്റെ വരുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഹൈറ്റ് 85 സെൻറ്റിമീറ്ററും. അപ്പം ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഹൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ 60 and 85 ആണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഷെൽഫും അല്ലെങ്കിൽ ടാൻഡം ബോക്സസും എല്ലാം കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറേജ് ഷെൽഫ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് കൂടുതലും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ താഴെ നമ്മുടെ കൗണ്ടർ ടോപ്പിന് താഴെയുള്ള ഷെൽഫുകളാണ്, അല്ലെങ്കിൽ ടാൻഡം ബോക്സസ് ആണ്. ഇനി നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഈ സ്റ്റോറേജ് ബോക്സസ് എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, 7 പ്ലൈ. അത് കഴിഞ്ഞിട്ട് അതിൽ മൈക്ക ലാമിനേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി കളർ കോമ്പിനേഷൻ പറയുവാണെങ്കിൽ ഗ്രേ കളറും അതുപോലെ വുഡൻ കളറുമാണ് നമ്മൾ മൈക്കയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ പറയുവാണെങ്കിൽ ഒരു ബ്ലാക്ക്, ഗ്രേ ആൻഡ് വുഡൻ, ഈ 3 കളേഴ്സാണ് നമ്മളിവിടെ ഈ ക്യാബിനറ്റ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫുൾ കോമ്പിനേഷൻ വരുവാണെങ്കിൽ ഫ്ലോറിംഗ് ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ഷെയ്ഡിലായിരിക്കും അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ ഈ ഒരു ഹുഡ് ആൻഡ് ഹോബിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു സി ഷേപ്ഡ് കൗണ്ടർ ടോപ്പിൻ്റെ സ്ട്രെയിറ്റ് പോർഷൻ്റെ ഏതാണ്ട് മിഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോബ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹോബും ഹുഡും ഫ്രം ദ ബ്രാൻഡ് പ്രസ്റ്റീജ് ആണ്. 4 ബേണറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ടാണ് ആദ്യത്തെ എൻ്റെ ഒരു 2 വലിയ ടാൻഡം ബോക്സസ് വരുന്നത്. അതിൽ ഈ ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല, അതിൻ്റെ ഓർഗനൈസേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതും, താഴെയുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എൻ്റെ കുക്ക് വെയറുകൾ വെക്കാനായിട്ടുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എനിക്ക് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിൽ 2 ബോട്ടിൽ പുൾ ഔട്ട്സ് ആണുള്ളത്. ബോട്ടിൽ പുൾ ഔട്ട്സ് എനിക്കിവിടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രോയിങ് ഇങ്ങനെ ചെയ്ത് തന്നത്. ഇവിടെ ഞാൻ എൻ്റെ ടീ ഡസ്റ്റ്, കോഫി പൗഡർ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇവിടെയാണ് എൻ്റെ സ്പൈസസ് എല്ലാം വെച്ചിരിക്കുന്നത്. സോ ഐ വാസ് വെരി പർട്ടിക്കുലർ. എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് ആവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രോയിങ് ചെയ്ത സമയത്ത് എൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞ് എനിക്കങ്ങനെ അവർ വരച്ച് എക്സിക്യൂട്ട് ചെയ്ത് തന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം നോർമൽ ഇതേപോലത്തെ ഷെൽഫുകളാണ്. വെയർ ഐ കീപ് ദി നോർമൽ യൂട്ടൻസിൽസ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എൻ്റെ കുക്ക് വെയറുകളോ അല്ലെങ്കിൽ അതർ യൂട്ടൻസിൽസോ ഒക്കെ ആയിരിക്കും. അത് തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ എനിക്ക് ഇത്രയും സ്റ്റോറേജ് സ്പേസസാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ അഗെയിൻ ഐ ഹാവ് 2 വെരി ബിഗ് ടാൻഡം ബോക്സസ്. ഇതിൽ ഫസ്റ്റ് വണ്ണിലാണ് ഞാൻ എൻ്റെ കോമൺ ആയിട്ടുള്ള നമ്മുടെ കുക്കിംഗ് എസെൻഷ്യൽസ് എന്ന് വേണേൽ പറയാം. അതായത് റൈസ് ഫ്ലോർ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുക. ആൻഡ് ഓൾസോ സ്നാക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. താഴെയായിട്ട് ഒരു ടാൻഡം ബോക്സ് ഉണ്ട്. അവിടെ ഞാൻ നമ്മുടെ ചെറിയ ചെറിയ ഹോം അപ്ലയൻസസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ബീറ്റർ അല്ലെങ്കിൽ ടോസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ടാൻഡം ബോക്സ്. അപ്പോൾ ഇവിടെ എല്ലാം എനിക്കിനിയും സ്പേസ് ശരിക്കും സർപ്ലസ് ആണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ കിച്ചൺ സ്പേഷ്യസ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം സ്റ്റോറേജും സ്പേഷ്യസ് ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു.
പരമാവധി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഡയമെൻഷനും അതുപോലെ ഈ പറയുന്ന സ്റ്റോറേജിൻ്റെ ബോക്സസ് ആണെങ്കിലും, അതായത് ടാൻഡം ബോക്സസ് ആണെങ്കിലും ഷെൽഫ് ആണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തതും വരച്ചതും എക്സിക്യൂട്ട് ചെയ്തതും എല്ലാം. കാരണം നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ എണ്ണം കൂടും, അങ്ങനെ ഒരു അസംഷനിലാണല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സാധനങ്ങൾ ഇതിനകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പാകത്തിനാണ് ഇതെല്ലാം നമ്മൾ സൈസസ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സൈഡിൽ വരുന്നത് ഒരു സിങ്കാണ്. ഇത് ഡബിൾ ബൗളുള്ള സിങ്കാണ്. ഇതും എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. കാരണം എനിക്ക് ഒരു സൈഡിൽ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളും അത് കഴിഞ്ഞത് സോപ്പൊക്കെ എന്താ പറയുക തേച്ചിട്ട് ഇപ്പുറത്തെ ബൗളിലിടണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ബൗൾ വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. പിന്നെ ഈ ഒരു ഇതൊരു മിക്സർ ടാപ്പാണ് ശരിക്കും. നമുക്ക് ഹോട്ട് വാട്ടർ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊവിഷനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ടാപ്പ് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സിങ്കിൻ്റെ മേലെ വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് GTPT യൂണിറ്റ് ആണിത്. GTPT എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ. സോ വെയർ വി ക്യാൻ കീപ് ദ ഗ്ലാസസ് ആൻഡ് ദി പ്ലേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഡയമെൻഷൻ അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് ഈ ഒരു ഓപ്പൺ GTPT. എനിക്കിത് ക്ലോസ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈസി ആയിട്ട് പ്ലേറ്റ്സും ഗ്ലാസസും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരുപാട് അടയ്ക്കുമ്പോൾ പല്ലി പാറ്റ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കയറാനുള്ള ഒരു ടെൻഡൻസി കൂടും എന്നിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന്. പിന്നെ ഇതും നമ്മൾ പ്ലൈവുഡിൽ തന്നെ ചെയ്ത് മൈക്ക ലാമിനേഷൻ കൊടുത്തത് തന്നെയാണ്. ഇവിടെ നമ്മൾ വുഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഈ കിച്ചണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ലെഡ്ജസ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ്സിനേക്കാളും കൂടുതൽ താല്പര്യം ഓപ്പൺ ആയിട്ടുള്ള ലെഡ്ജസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഓപ്പൺ ലെഡ്ജസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ഈ ഒരു കോർണർ പോർഷനിൽ നമ്മളൊരു ഓപ്പൺ ലെഡ്ജ് ഉണ്ട്. ഇതും 20 സെൻറ്റിമീറ്റർ വീതിയുള്ള ലെഡ്ജസ് ആണ് നമ്മൾ കൂടുതലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയമെൻഷൻ ഓഫ് ദ റൂം. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് ചിലതൊക്കെ വേരി ചെയ്തിട്ടുണ്ട്. എന്നാലും മിക്കതും ഒരു 20 സെൻറ്റിമീറ്റർ വിഡ്ത്തൊക്കെ ആയിരുന്നു. ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ പ്ലാന്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മേജറായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഫിക്സ് ചെയ്തൊരു സാധനമായിരുന്നു ഈ ഒരു വാട്ടർ ഫിൽറ്ററിൻ്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലഗ് പോയിന്റ് ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ തന്നെ അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് തന്നെ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് ചെന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന പോലെ തന്നെയും അത് മെയിൻ കിച്ചണിൽ തന്നെ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ ഓൾറെഡി അന്ന് ഡ്രോയിങ് ചെയ്ത സമയത്തേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള 2 ലെഡ്ജസ് ആണ് ഇത് നമ്മൾ സ്നാക്സ് ഒക്കെ വെക്കാൻ വേണ്ടി, പിന്നെ അത്യാവശ്യം ക്യൂരിയോസ് എന്തെങ്കിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ലെഡ്ജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്നൊരു പോർഷനില്ലേ, അതാണ് ആർക്കിട്രേറ്റ് എന്ന് പറയും. ശരിക്കും മേളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി ജോയിൻ വിത്ത് ദിസ് പാർട്ട് ഓൾസോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ക്യൂരിയോസ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു സ്റ്റോറേജ് എന്ന് വേണേൽ പറയാം. വേണമെങ്കിൽ സ്നാക്ക് ബോക്സസ് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂരിയോസ്, ഇപ്പം ഞാൻ ഈ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടില്ലേ അതുപോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജസും അതുപോലെ തന്നെ ഓപ്പൺ ലെഡ്ജസും. ഇനി ഓൺ ദ അതർ സൈഡ് കാണാം. സോ ഇതാണ് രണ്ടാമത്തെ കൗണ്ടർ ടോപ്പ് വരുന്ന ഏരിയ. എനിക്ക് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു ഷെൽഫ് എന്ന് പറയുന്നത്, അത് ഓപ്പൺ ആയിരിക്കണം എന്നുള്ളത്. എൻ്റെ ഈ ഒരു ഗ്ലാസ് വെയേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ബേസിക്കലി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിവിടെ പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്കത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ഏരിയ. അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇവിടെയും നമ്മൾ സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 മേജറായിട്ടുള്ള ടാൻഡം ബോക്സസ് ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ സ്റ്റീൽ യൂട്ടൻസിൽസ് ആൻഡ് എൻ്റെ ബാക്കി സ്റ്റോറേജസും ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെയും അങ്ങനെ തന്നെ ഉള്ളൂ. സോ ഐ എം നോട്ട് ഓപ്പണിങ് ഇറ്റ്. ഇവിടെയും അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം എൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ് കേട്ടോ. ഇനി ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ്റെ ഒരു സൈഡിലായിട്ടാണ് എൻ്റെ ക്രോക്കറി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതും എനിക്ക് ഗ്ലാസ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു ഡോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഷെൽഫുകളൊക്കെ ഗ്ലാസ് തന്നെയാണ്, പാർട്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രോക്കറി യൂണിറ്റിന് സിമെട്രിക്കലായിട്ടാണ് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അതർ സൈഡിൽ ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 1.1 അത്രയേ ഉള്ളൂ. ചെറിയൊരു മൈനർ ഡിഫറൻസേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ അത്യാവശ്യം വേണ്ടുന്ന കിച്ചൺ ക്ലീനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ റണ്ണേഴ്സൊക്കെ ഉണ്ടല്ലോ, ടേബിൾ റണ്ണേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഓപ്പൺ കിച്ചൺ
മിനിമൽ കിച്ചണാണ് ബേസിക്കലി. അതായത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെക്കാവുന്ന, അതെല്ലാം എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ പ്ലാൻ ചെയ്തതും. അത് അങ്ങനെ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടി. ഇവിടെ ഫ്ലോർ ഫിനിഷ് നമ്മൾ ടീക്ക് വുഡിൻ്റെ ഡിസൈനിലുള്ള പ്ലാങ്ക് ടൈൽ ഫ്രം കജാരിയ അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റിങ്ങും എല്ലാം വാം ലൈറ്റ് തന്നെയാണ്. നമുക്ക് വൈറ്റ് ലൈറ്റ്സ് ഇല്ല. അപ്പോൾ വാം ലൈറ്റും ഈ ഒരു ബ്ലാക്ക്, ഗ്രേ, വുഡ് ഇതെല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഒരു എസ്തെറ്റിക്സ് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ വി ആർ റിയലി ഹാപ്പി വിത്ത് ദിസ് വർക്ക്. ഇടുങ്ങിയിരിക്കുന്ന ഒരു കിച്ചണിനേക്കാളും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടി. എല്ലാം ഒരു ഈശ്വരാനുഗ്രഹം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. സത്യത്തിൽ ഇത് ഒരു ഡ്രീം കിച്ചൺ തന്നെയാണ്. എനിക്ക് ഒരു പോരായ്മയും അല്ലെങ്കിൽ അതുകൂടെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ഒന്നും ഇപ്പം ഇല്ല. എല്ലാം തന്നെ ആഗ്രഹിച്ചത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ കിച്ചൺ. എന്തായാലും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.